ഈ ചിത്രത്തിൽ കാണുന്ന ആളുടെ മോട്ടിവേഷനാണ് എന്നെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാക്കിയത്. നിങ്ങൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതവുമായി നിങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യരുത്. ഓരോരുത്തർക്കും അവരുടേതായ സമയവും വഴിയുമുണ്ട്. ഒരാൾ ഇന്ന് വിജയിച്ചതുകൊണ്ട് നിങ്ങൾ പിന്നിലാണെന്നല്ല അർത്ഥം. ഓരോ ദിവസവും ഇന്നലത്തേക്കാൾ ഒരു പടി മുന്നോട്ടു പോകാൻ ശ്രമിക്കൂ. ചെറിയ മാറ്റങ്ങളാണ് വലിയ വിജയങ്ങളായി മാറുന്നത്. ക്ഷമ കൈവിടരുത്, പരിശ്രമം നിർത്തരുത്. നിങ്ങളുടെ സമയവും വരും. അന്ന് നിങ്ങളുടെ വിജയമാണ് നിങ്ങൾക്ക് പകരം സംസാരിക്കുക. പുലരിപ്പൊൻകതിർ തേടി വരും മനസ്സിലൊരു പുതിയ രാഗം. പതിയെ ജീവിതം ഒഴുകുന്നു, ചിരിതൻ ഭംഗി നിറയുന്നേ. ചെറിയ കാര്യങ്ങൾ ഓർമ്മയിൽ വലിയ സന്തോഷം ഏകുന്നു. ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നത് അവരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ്, നിങ്ങളുടെ കഴിവുകേടുകൊണ്ടല്ല. ലോകം എന്തു പറയുന്നു എന്നതിലല്ല, നിങ്ങൾ നിങ്ങളെ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നതിലാണ് കാര്യം. പ്രതിസന്ധികളെ ആത്മവിശ്വാസത്തോടെ നേരിടൂ. പകൽ പൂവേ പൊഴിയാതെ, ഇരുൾ കാട്ടിൽ ഇഴയാതെ. ഹായ്, മനോഹരമായൊരു യാത്രയിലാണ് ഞാൻ. ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള ഒരു യാത്ര. ഈ യാത്രയ്ക്ക് പ്രചോദനമായ എന്റെ ഈ സുഹൃത്തിന്റെ വാക്കുകൾ ഞാനിപ്പോൾ ഓർക്കുന്നു. അത് കേട്ടുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. ഇഷ്ടമില്ലാത്ത ഏതോ ഒരു കടലിലൂടെ കാറ്റിന്റെ ദിശയറിയാതെ തുഴയുന്ന ഒരു ചെറുതോണി പോലെയാണ് ആ യാത്ര. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി വഴി തിരയുന്ന നാടോടിയെ പോലെ നമ്മളും അലയാണ് ജീവിതത്തിന്റെ അർത്ഥം തേടി. ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ കിട്ടുന്ന ഉത്തരവല്ല ജീവിതം, മറിച്ച് ആ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വഴികളും പങ്കുവെക്കുന്ന ചിരികളും ഒഴുക്കിക്കളയുന്ന കണ്ണീരുമാണ് ജീവിതം. വീഴുമ്പോൾ താങ്ങുന്ന ഒരു കൈയിലും പകുത്തു നൽകുന്ന ഒരു ചെറുപുഞ്ചിരിയിലും ഒടുവിൽ നമ്മൾ തിരിച്ചറിയും, അർത്ഥം തേടലല്ല, ജീവിച്ചു തീർക്കലാണ് ജീവിതം. ഗുഡ് മോർണിംഗ്. ഒരു നല്ല വാക്ക് കേൾക്കാനും ഒരു ചെറിയ പുഞ്ചിരി കാണാനും കൊതിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള പലരും. ഇന്ന് നമ്മളിൽ നിന്ന് തുടങ്ങട്ടെ ആ മാറ്റം. നമ്മുടെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം മറ്റൊരാളുടെ ദിവസത്തെ ഏറ്റവും മനോഹരമാക്കട്ടെ. എല്ലാവർക്കും പ്രത്യാശ നിറഞ്ഞ ഒരു ശുഭദിനം ആശംസിക്കുന്നു. വെള്ളം കല്ലിൻ ചില്ലും കൂടും